സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു സനൽകുമാർ ശശിധരനെ. എസ് ശരണ്ണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ സനൽകുമാർ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഒരു നല്ല സിനിമാ സംവിധായകനാണ്, ആ ക്രാഫ്റ്റുള്ളൊരു സംവിധായകനാണ്. എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ വല്ലാതെ അസ്വാഭാവികതയുള്ള പ്രതികരണങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നു. നടിയുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുംബൈയിൽ നിന്ന് എത്തിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം രോഷാകുലരായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. എന്തായാലും മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉപാധികളോടുകൂടിയാണോ ജാമ്യം, ശരൺ? അരുൺകുമാർ, എന്തായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അസ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് രാജധാനി എക്സ്പ്രസിൽ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് തൊട്ട് പിന്നാലെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിന് പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. അങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ നടിയുടെ പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ സ്ത്രീത്വത്തെ അവമാനിച്ചതിന് എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ബെയിലബിൾ ഒഫൻസ് ആണ് ചുമത്തിയിരുന്നത്. എന്നാൽ ഇത് നോൺ ബെയിലബിൾ ഒഫൻസായി മാറുകയായിരുന്നു. അതിന് കാരണം 2022 ഇതേ നടി നൽകിയ പരാതിയിൽ സ്ത്രീത്വത്തെ അവമാനിച്ചതിന് സനൽകുമാർ ശശിധരനെതിരെ എളമക്കര പോലീസ് കേസ് എടുത്തിരുന്നതാണ്. ആ കേസിൽ സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് സനൽകുമാർ ശശിധരൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത് നോൺ ബെയിലബിൾ ഒഫൻസായി മാറുകയും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലായിരുന്നു. അങ്ങനെ അമേരിക്കയിലായിരുന്ന സനൽകുമാർ ശശിധരനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നത്. അങ്ങനെ ലുക്കൌട്ട് നോട്ടീസിന്റെ ഭാഗമായിട്ടാണ് മുംബൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സനൽകുമാർ ശശിധരനെ തടഞ്ഞു വെക്കുകയും പിന്നീട് എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഓക്കെ, താങ്ക് യു ശരണാണ്. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സമയത്ത് സനൽകുമാർ ശശിധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്, 4 ലക്ഷം കോടി ഞാൻ കടമെടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസാണോ എന്നൊക്കെ സനൽകുമാർ ശശിധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു നടി പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തു, അതിന്റെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി, പിടിച്ചുകൊണ്ട് വന്നു, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി, ജാമ്യം കിട്ടി. അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ. പക്ഷേ സനൽകുമാർ ശശിധരൻ പറയുന്നത് ഞാൻ പ്രേമിച്ചു പോയതാണോ തെറ്റ് എന്ന് ചോദിക്കുന്നു. അത് അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു പ്രശ്നമാണല്ലോ. പക്ഷേ അതൊരു കേസായിട്ട് വരുന്ന സമയത്ത് നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സനൽകുമാർ ശശിധരൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. എന്തായാലും അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യമാവട്ടെ. അത് അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ അതൊരു കേസായിട്ട് മാറിയിട്ടുണ്ട്.